യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറയാവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകിയ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ തലങ്ങളിലാണ് ഞെരുക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക മേഖലകളിൽ ഞെരുങ്ങുന്നവരുണ്ട്, സാമ്പത്തിക മേഖല തകർന്നു പോയവരുണ്ട്. മറ്റു വ്യക്തികളിലൂടെ അകാരണമായിട്ട് മാനസിക പീഡകൾ അനുഭവിക്കുന്നവർ, ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. ചില സഹോദരിമാര് സ്വന്തം വീട്ടിൽ തന്നെ ഭർത്താവിൽ നിന്ന് ഞെരുക്കപ്പെടുന്ന അനുഭവം, അല്ലെ മക്കളിലൂടെ മാതാപിതാക്കൾ ഞെരുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവുന്നു. അല്ലെ നമ്മുടെ സമൂഹത്തിൽ പല വിധത്തിൽ നമുക്ക് ഞെരുക്കമുണ്ടാവുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ നിന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് നിന്റെ ഞെരുക്കങ്ങളിൽ നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഥ പറയാ, എങ്കിലും ധൈര്യമായിട്ടിരിക്കുക, ലോകത്തെ ജയിച്ചവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ കർത്താവായ യേശുക്രിസ്തു നിന്റെ കൂടെ, നിന്നോടൊത്ത്, നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ധൈര്യമായിട്ടിരിക്കുക, ഭയപ്പെടേണ്ട. ഞെരുക്കമുണ്ടാകും, എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും അവൻ നിങ്ങളെ വിടുവിക്കാനായിട്ട് പോകുകയാണ്. തോബിത്തിന്റെ പുസ്തകത്തില് 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം പറയുന്നു, ദൂതൻ രണ്ടുപേരെയും വിളിച്ച് രഹസ്യമായി പറഞ്ഞു. റപ്പായേൽ ദൂതൻ തോബിയാസിനോടും സാറായോടും ഒക്കെ ആയിട്ട്, ഞാൻ റപ്പായേൽ മാലാഖ എന്ന് വെളിപ്പെടുത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കാണുമ്പോൾ അവിടെ ആ ദൈവദൂതൻ റപ്പായേൽ മാലാഖ അവരോട് പറയുന്ന കാര്യമാണിത്. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. ദൈവത്തെ സ്തുതിക്കുക, അവിടുത്തേക്ക് നന്ദി പറയുക. ഞെരുക്കത്തിൽ നിന്ന് വളരെ വേഗം നമുക്ക് വിടുതൽ കിട്ടും. ഞെരുക്കങ്ങളിൽ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് നന്ദി പറയണം. രോഗങ്ങളിൽ, കഷ്ടതകളിൽ, തകർച്ചകളിൽ, പരാജയങ്ങളിൽ, തോൽവികളിൽ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ തുറന്നു തരും.
അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെ മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമ്മൾ കൃതജ്ഞത അർപ്പിക്കണം, നന്ദി അർപ്പിക്കണം. ഞെരുക്കത്തിൽ നിന്ന് വിടുതൽ കർത്താവ് നമുക്ക് നൽകാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുക. ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്ന പ്രവൃത്തികൾ, വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ആ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ പുകഴ്ത്തണം. അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമാണ്. അവിടുത്തെ നാമത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. ഇത് പറഞ്ഞതാരാ? റപ്പായൽ മാലാഖ തോബിയാസിനോടും സാറായോടും, അവിടെ തോബിത്തുമൊക്കെ ഉണ്ട്, അവരോട് പറയുകയാണ് ഈ കാര്യങ്ങൾ. ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ പുകഴ്ത്തണം. ദൈവം നൽകിയ നന്മകൾക്കെല്ലാം നന്ദി പറയണമെന്ന് നമ്മെ സ്വർഗത്തിലെ ദൂതൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. തോബിത്ത് 12-ാം അധ്യായത്തിൻ്റെ 17. ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്, എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. ഭരതഗ്രഹം ദൈവത്തെ പിടിച്ചേ. ഭയപ്പെടേണ്ട, ഒച്ചത്തിൽ പറ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ സുരക്ഷിതരാണ്, ദൈവത്തെ സ്തുതിക്കുവിൻ, ദൈവത്തെ സ്തുതിക്കുവിൻ. ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ സുരക്ഷിതരാണ്, ദൈവത്തെ സ്തുതിക്കുവിൻ, ദൈവത്തെ സ്തുതിക്കുവിൻ. തോബിത്ത് 12:22. അവർ ദൈവത്തിൻ്റെ മഹനീയവും അത്ഭുതവകവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത മഹനീയമായ പ്രവൃത്തികളെ ഓർത്ത് നമ്മൾ സ്തുതിക്കണം. അവളെപ്പോഴും നമ്മൾ സ്തുതിക്കാൻ റെഡി ആയിരിക്കണം. ആധരം തുറന്ന് യേശുവിൻ്റെ നാമത്തെ വിളിക്കണം, യേശുവിനെ മഹത്വപ്പെടുത്തണം, യേശുവിന് നന്ദി പറയണം. അപ്പോൾ ഞെരുക്കത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഉടൻ തന്നെ വിടുവിക്കാനായിട്ട് പോവുകയാണ്. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായത്തിൽ 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ അനന്തമായ കരുണയും മനസ്സലിവുമൊക്കെ വെളിപ്പെടുന്നൊരു സംഭവം അവിടെ. നമ്മുടെ ദൈവം കാരുണ്യവാനാ, അനുകമ്പയുള്ളവനാ, ആർദ്രമായ ഹൃദയത്തിൻ്റെ ഉടമയാ. വേദനിക്കുന്നവരോട് അവൻ അനുകമ്പയോടെ മാറോട് ചേർക്കുന്നവനാ. ഇവിടെ ഈ വചനഭാഗത്ത് നമ്മൾ കാണുകയാണ്, നായീൻ എന്ന പട്ടണത്തിൻ്റെ തെരുവിലൂടെ ഒരു വിലാപയാത്ര കടന്നു വരികയാണ്. നമ്മളൊക്കെ വിലാപയാത്രകൾ കണ്ടിട്ടുണ്ട്, ശവസംസ്കാര യാത്ര. ഒരു അമ്മയ്ക്ക് ഒരേ ഒരു പുത്രൻ, ഒറ്റ ഒരു മകനേ ഉള്ളൂ. ആ മകൻ മരിച്ചു. ഒരേ ഒരു മകൻ ഒരമ്മയ്ക്കുള്ളുവെങ്കിൽ, അപ്പനുള്ളുവെങ്കിൽ, മാതാപിതാക്കന്മാരുടെ എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും ഈ മകനെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഈ മകനിലാണ് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ. ഇവിടെ പറയുന്നു, വിധവയായ സ്ത്രീ, ആ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ മകനേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഒന്നുകൂടെ ഈ മകനിലാണ് പ്രത്യാശയും ആശ്രയവും എല്ലാം. ഈ മകന് വേണ്ടിയാണ് ഈ അമ്മ ജീവിക്കുന്നത്. ശരിയാണോ? ഉറപ്പായിട്ടും അതെ. ഏതൊരു നല്ല അമ്മയും മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഉറപ്പാ. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ അമ്മമാർ നമ്മൾ കണ്ടുമുട്ടുന്നു. മക്കൾക്ക് വേണ്ടി
ജീവിതം കൊടുത്ത അമ്മമാരുമുണ്ട്, അപ്പന്മാരുമുണ്ട്. എല്ലാം മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. ഇവിടെ തൻ്റെ മകനിൽ പ്രത്യാശ അർപ്പിച്ച് പ്രതീക്ഷയോടെ വളർത്തിയ അമ്മയ്ക്ക് തൻ്റെ മകനെ നഷ്ടമായി. മകൻ എങ്ങനെ മരിച്ചതെന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഏകപുത്രനായിരുന്നു വിധവയുടെ. ഏകപുത്രൻ അവൻ മരിച്ചു. അവൻ്റെ മൃതശരീരം വെച്ചുള്ള വിലാപയാത്ര നായീൻ എന്ന പട്ടണത്തിൻ്റെ തെരുവിലൂടെ വരികയാണ്. 13-ാമത്തെ വചനം. ഒരു വലിയ ജനക്കൂട്ടം അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. ഈ ധ്യാനത്തിൻ്റെ ആരംഭത്തില് കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഇതാ: കരയേണ്ട. നീ കരയേണ്ട. നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടാൻ പോകുക. യേശയ്യ 60:21. നിന്റെ വിലാപത്തിന്റെ നാളുകൾ അവസാനിക്കും. നിന്റെ വിലാപത്തിന്റെ ദിനങ്ങൾ അവസാനിക്കും. നിന്റെ കണ്ണുനീരിന്റെ ദിനങ്ങൾ അവസാനിക്കും. സന്തോഷത്തിന്റെ നാളുകൾ, ആനന്ദത്തിന്റെ നാളുകൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഉണ്ടാകും. കർത്താവിൻ്റെ വചനമായത്. നിന്റെ വിലാപത്തിന്റെ ദിനങ്ങൾ അവസാനിക്കും. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ വലിയ നോയമ്പിൻ്റെ സമയം എനിക്ക് USA ധ്യാനമുണ്ടായിരുന്നു. അവിടെ ധ്യാനത്തിൽ വെച്ച് കർത്താവ് ചെയ്തൊരു അത്ഭുത സൗഖ്യം, വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം, സൗഖ്യാനുഭവം. റെജി എന്നു പേരുള്ള ഒരു മകൻ അമേരിക്കയിലെ ഡാളസ് എന്ന സ്ഥലത്ത് താമസിച്ചുള്ളൊരു ധ്യാനം നടക്കുക. ആ ധ്യാനത്തിൻ്റെ ആരംഭം ഞായറാഴ്ച ദിവസം ഈ മകന് എന്നെ കാണാൻ വന്നു. മകനും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അവന് വലിയ സങ്കടത്തിലാണ്. അവൻ്റെ ശരീരം മുഴുവൻ സോറിയാസിസ് എന്ന രോഗമാണ്. 20 വർഷങ്ങളായി ഈ രോഗം ഈ ശരീരത്തിൽ തുടരുക. എല്ലാ ചികിത്സകളും ചെയ്ത് മടുത്തു. അവസാനം ഏതോ ഇഞ്ചക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അസ്ഥികൾ പൊടിയുന്ന ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് ചെയ്യാൻ മടിയാണ്. അപ്പോൾ അതിനുള്ള മരുന്ന് വീട്ടിൽ മേടിച്ചു വെച്ചിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞ് ധ്യാനിക്കാൻ വന്നു. റിജിയായിട്ട് ഞാൻ സംസാരിച്ചു. നല്ലൊരു മകനാണ്. ഭാര്യയെ സ്നേഹിക്കുന്ന, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു മകൻ. പക്ഷെ ഇവന് ആകെ ഒരു കുറവുള്ളത് പറയാൻ, കുമ്പസാരിച്ചിട്ട് 22 വർഷമായി. കുമ്പസാരമെന്ന കൂദാശയ്ക്ക് പോകത്തില്ല. എന്ന് കുർബാനയ്ക്ക് പോയാലും പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും. വർഷങ്ങളായിട്ട് കുർബാന സ്വീകരിക്കും, പക്ഷെ കുമ്പസാരിക്കത്തില്ല. നേരിട്ട് അങ്ങോട്ട് പറയുകയാണ്. കുമ്പസാരമൊന്നും പരിപാടിയില്ല. ആ ധ്യാനത്തിൽ കുമ്പസാരത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടായി. നന്നായിട്ട് കുമ്പസാരിച്ചു. 1 മണിക്കൂറിലധികം സമയമെടുത്തു നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ. നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാൻ ഈ മകൻ്റെ ഈ വിഷമമൊക്കെ കണ്ട്, സോറിയാസിസൊക്കെ എന്നെ കാണിച്ചു. ഞാൻ ഈ മകൻ്റെ ശിരസിലെ കൈകളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, യേശുവേ ഈ മകൻ്റെ ഈ സോറിയാസിസ് സൗഖ്യമാക്കണം. നന്നായിട്ട് വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, യേശു നിന്നെ തൊട്ടു, നീ പൂർണ്ണ സൗഖ്യം പ്രാപിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. വ്യാഴാഴ്ച ധ്യാനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഈ മകൻ വന്ന് ഷട്ടൂരി കാണിക്കുകയാണ്. ശരീരത്തിൽ സോറിയാസിസ് ഇല്ല. ഹല്ലേലൂയ. 20 വർഷമായിട്ട് അനുഭവിക്കുന്ന സോറിയാസിസ് എന്ന രോഗം കർത്താവ് സൗഖ്യമാക്കി. വലിയൊരു സാക്ഷ്യമായിരുന്നു. അതിൻ്റെ പിറ്റേ ഞായറാഴ്ച അവിടെ ഡാളസ് പള്ളിയിൽ സാക്ഷ്യം പറഞ്ഞു. വലിയൊരു അത്ഭുത സാക്ഷ്യമായിട്ട് മാറുക. ഇവൻ്റെ സൗഖ്യം, മാനസാന്തരവും. ഇന്ന് ആ മകൻ കർത്താവിൻ്റെ സാക്ഷിയാണ്.
കഴിഞ്ഞ് നമ്മുടെ ധ്യാനം നിന്നപ്പോൾ ഡാളസിലെ ധ്യാനത്തിന് ആ മകൻ അവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു. വലിയ ദൈവാനുഭവത്തിലേക്ക് ആ മകനും കുടുംബവും കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തൊടും, സൗഖ്യം നൽകും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, യേശു പറഞ്ഞെന്താ? അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളോട് പറയുക, കരയണ്ട മോളെ, നീ കരയണ്ട, നീ കരയണ്ട, ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കിത്തരാം നിന്റെ കാര്യത്തിന്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടും യേശു ഇതാ പറയുന്നത്, നീ കരയണ്ട, നിന്റെ ജീവിത പ്രശ്നം എന്തുമാവട്ടെ, ഞാൻ ഈ കൺവെൻഷനിൽ ഒരു തീരുമാനം ഉണ്ടാക്കിത്തരാം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളോട് പറഞ്ഞു, കരയണ്ട. വെളിപാട് 5:5, കരയണ്ട, യൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ പേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു. കരയണ്ട, യൂദാ ഗോത്രത്തിന്റെ സിംഹം. യേശു ജനിച്ചത് യൂദാ ഗോത്രത്തിലാ. ദാവീദിന്റെ പേരുള്ളവൻ, ദാവീദിന്റെ വംശത്തിൽ പിറന്നവൻ. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദാവീദിന്റെ പുത്രനായ യേശു എന്ന് പറഞ്ഞ ബർത്തിമേയുസ് നിലവിളിക്കുന്നത് ദാവീദിന്റെ പുത്രൻ. ഹല്ലേലൂയ. യേശു പറയുന്നത് ഇതാ, കരയേണ്ട നീ, നിന്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ നൊമ്പരങ്ങൾ എനിക്കറിയാം, നിന്റെ തകർച്ചകൾ എനിക്കറിയാം, നിന്റെ വേദന എനിക്കറിയാം. നിന്നെ ഞാൻ വിടുവിക്കാൻ പോകുക. ഈ കൺവെൻഷനിലേക്ക് യേശു നിങ്ങളെ കൊണ്ടുവന്നുവെങ്കിൽ ഉറപ്പാണ് അനുഗ്രഹിച്ചിട്ടേ വിടുവുള്ളൂ. കണ്ണുനീര് തുടച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ഇവിടെ നിന്ന് വിടത്തുള്ളൂ. യേശു മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ അവിടെ നിന്നു. ഇനി ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. ഈ വിധവയായ സ്ത്രീ ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. വിലാപയാത്രയ്ക്ക് വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിൽ ഒറ്റ വ്യക്തി പോലും മനസ്സിൽ പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത ഒരു പ്രവൃത്തി യേശു ഇവിടെ ചെയ്യാനായിട്ട് പോകുക. നായീൻ എന്ന പട്ടണത്തിന്റെ തെരുവിലൂടെ ഇവർ വരുമ്പോൾ യേശു നടന്നു വരുമെന്നും ഇവരെ കാണുമെന്നൊന്നും അവര് പ്രതീക്ഷിക്കുന്നില്ല. അവിടെ അവിചാരിതമായ ഒരു കൂട്ടുമുട്ടൽ മാനുഷികമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ മാനുഷികമല്ല, അവിചാരിതവുമല്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാ. ഈ വിധവയുടെ മകനെ കർത്താവ് ജീവനുള്ളവനായിട്ട് ആ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അത്ഭുത കാഴ്ച നമ്മൾ കാണുന്നു. ആ അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ നിലവിളി ദൈവസന്നിധിയിലെത്തിയിരുന്നു. ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ഹൃദയത്തിൻ്റെ ദുഃഖം നേരിട്ട് കണ്ടുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കുവാൻ നേരിട്ട് വരുന്ന യേശുവിനെയാ ഇവിടെ വചനത്തിൽ നമ്മൾ കാണുന്നു. ഉറപ്പാണ് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ യേശു ഈ വചന കൂടാരത്തിലൂടെ ഇറങ്ങി നടക്കും. യേശു നിങ്ങളുടെ ഓരോരുത്തരെയും എടുക്കൽ വരും. അവൻ നിങ്ങളെ തൊടും. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഹൃദയം പൊട്ടി യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവൻ സ്വർഗം വിട്ട് ഇവിടെ ഇറങ്ങി വരും. അവൻ ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ല. അത്ര അധികമായിട്ട് യേശു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. അവൻ സ്വർഗം വിട്ട് 2000 വർഷം മുൻപ് ഇറങ്ങി വന്നെങ്കിൽ നീ ഒന്ന് യേശുവെന്ന് വിളിച്ചാൽ ഉറപ്പാണ് പിതാവിന്റെ വലതുഭാഗത്തു നിന്ന് ഇറങ്ങി ഇവിടെ വരും. പിതാവിനോട് പറയും, പിതാവേ, ഇത് എൻ്റെ ഒരു മോള്, എൻ്റെ ഒരു മോൻ ഇന്ന് നിലവിളിക്കുന്നു, ഞാൻ പോവുക. അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, തൊടാൻ, സൗഖ്യം നൽകാൻ ഞാൻ പോവുക. യേശു ഇറങ്ങി വരും. വരുവോ? ഞാൻ വിശ്വസിക്കുന്നു. വരും. അവൻ വരും. അവൻ വരും. ഉറപ്പാണ്. വന്നിരിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. വിധവയായ ആ സ്ത്രീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. ഒരിക്കൽ പോലും മനസ്സിൽ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കാൻ പോകുക. യേശു ശവമഞ്ചത്തിൽ തൊട്ടു, അവരെല്ലാവരും അവിടെ നിന്നു. യേശു പറയുക, യുവാവേ എഴുന്നേൽക്കൂ. യേശു കൽപ്പിച്ചു, യുവാവേ എഴുന്നേൽക്കൂ. തൽക്ഷണം അവൻ ജീവൻ പ്രാപിക്കുക. തൽക്ഷണം ആ യുവാവ് ജീവൻ പ്രാപിച്ചു. യോഹന്നാന്റെ സുവിശേഷം 16:21 കരച്ചിൽ, നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. കരച്ചിൽ നിർത്തിക്കോ, നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. വലിയൊരു വാഗ്ദത്തമാണ്. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. യുവർ സോറോസ് ടേൺ ടു ജോയ്. നിന്റെ ദുഃഖം സന്തോഷത്തിലേക്ക് മാറും. അത് ഈ ധ്യാന ദിവസങ്ങളിൽ സംഭവിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ആ യുവാവ് ജീവൻ പ്രാപിച്ചു. അമ്മയുടെ കൈകളിലേക്ക് ആ യുവാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഒന്ന് ഓർത്തു നോക്കിയേ, മരിച്ച മകനെ ജീവനോടെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുക. ആ അമ്മ ചങ്കുപൊട്ടി മരിക്കാഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. കർത്താവ് ഒരു അത്ഭുതം ചെയ്ത, അല്ലെ മോനെ ജീവനോടെ കിട്ടിയപ്പോൾ അമ്മയുടെ ഹാർട്ടിടിപ്പ് നിന്നു പോണ്ട. എന്താ കർത്താവിൻ്റെ സ്നേഹം! ആ വിധവയുടെ കണ്ണുനീര് കണ്ടിട്ട് മകനെ ഉയർപ്പിച്ചു കൊടുത്ത യേശു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാനായിട്ട് പോകുക. ഉറപ്പായത് ആ അമ്മയുടെ കണ്ണുനീരിന് കർത്താവ് മറുപടി നൽകിയെങ്കിൽ, ആ അമ്മയോട് അനുകമ്പ യേശു കാണിച്ച് മകനെ ജീവനോടെ അമ്മയ്ക്ക് നൽകിയെങ്കിൽ, നിന്റെ കണ്ണുനീരിനും കർത്താവിനും മറുപടി നൽകും. എൻ്റെ പേര് സിസ്റ്റർ റോസ് മരിയ. ഞാനിവിടെ കുഴിക്കാശ്ശേരി ഹോളി ഫാമിലി മഠത്തിലാണ്. ഞാൻ ബ്രദറിൻ്റെ ധ്യാനം കോട്ടയത്ത് പോയി കൂടിയതാണ്. 3-4 വർഷമായിട്ട് വാതരോഗം മൂലം എനിക്ക് എല്ലാ ജോയിൻസിലും പെയിനായിരുന്നു. എല്ലാ ജോയിൻസും നീരും വേദനയായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നടക്കാനും പോലും പറ്റില്ല, കാല് നിലത്ത് ബലം ചെയ്ത് ചവിട്ടാനും പറ്റില്ല. അങ്ങനെ വളരെ വേദനിച്ച് കഴിയുന്ന ഒരവസ്ഥയായിരുന്നു. ആ രോഗം തന്നെ അവസാനം ലങ്സിനെയും ബാധിച്ചു. ശ്വാസം മുട്ടിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമായി തീർന്നു. 3 വർഷം കഴിഞ്ഞിരുന്നു. 3 വർഷം രോഗമായിരുന്നു. ആയുർവേദ ചികിത്സ നടത്തി. തൃശ്ശൂരമലയിൽ 1 മാസം കിടന്നുള്ള ചികിത്സ 2 വർഷം നടത്തി. പക്ഷെ അത് നടത്തി കഴിഞ്ഞ് പിന്നെ വീണ്ടും ജോലികളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും നീര് വരും, വേദനയാണ്, നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കുഴിക്കാശ്ശേരി മഠത്തിൽ നിത്യാരാധന സ്ഥലമുണ്ട്. അപ്പോൾ സ്കൂളിലൊന്നും പോകാൻ സാധിക്കാത്ത കാരണം സ്കൂളിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോലി ചെയ്യാൻ സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ നിത്യാരാധനയിലിരുന്ന് വചനം വായിച്ച് കുറേ പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടിയിരുന്നത്. അങ്ങനെ കഴിഞ്ഞു പോണ സമയത്താണ് സാബുവൃദ്ധൻ്റെ ധ്യാനത്തിന് പോകാനായിട്ട് ഒരു അവസരം ലഭിച്ചത്. ഞങ്ങളുടെ പ്രൊവിൻഷ്യാളമ്മയുടെ കൂടെയാണ് ധ്യാനത്തിന് പോയത്. സിസ്റ്ററും ഞാനും കൂടിയായിരുന്നു ധ്യാനത്തിൽ സംബന്ധിച്ചത്. അവിടെ ഞങ്ങൾ ധ്യാനത്തിന് പോകുമ്പോൾ സാധാരണ താമസിച്ചുള്ള ധ്യാനത്തിന് 5 ദിവസത്തെ ധ്യാനത്തിന് പോയത്. അവിടെ ചെന്നപ്പോൾ അതൊരു കൺവെൻഷനായിരുന്നു. അപ്പോൾ സാധാരണ ധ്യാനത്തിന് പോകുമ്പോൾ ധ്യാനത്തിനുള്ള താമസ സ്ഥലത്തേക്ക് പോയിട്ടാണ് ബാഗൊക്കെ അവിടെ വെച്ചിട്ടാണ് ധ്യാനത്തിന് വരിക. ഇത് ധ്യാനത്തിൻ്റെ ധ്യാന ഹോളിലേക്ക് ഞങ്ങൾ ചെന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ബാഗ്, എൻ്റെ സാധനങ്ങൾ പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒട്ടും ഭാരം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേദനിച്ചിട്ടാണ് ഞാൻ ബാഗും കൊണ്ട് പോയത്. അപ്പോൾ താമസ സ്ഥലത്ത് എത്തി ബാഗ് അവിടെ വെച്ചാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ധ്യാനിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് ഈ ബാഗും കൊണ്ട് ധ്യാന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഞാൻ എൻ്റെ എല്ലാം പ്രതീക്ഷയും പോയി. ഒട്ടും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ധ്യാന ഹോള് കംപ്ലീറ്റ് നിറഞ്ഞു, സ്ഥലവും ഇല്ല. അപ്പോൾ ആരോ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ചു. എന്നിട്ട് ഏറ്റവും മുന്നിലുള്ള സീറ്റിൽ ധ്യാനത്തിന് കൊണ്ടിരുത്തി. അപ്പോൾ സമാധാനം എഴുതി. ബാഗ് കയ്യിൽ നിന്ന് പോയപ്പോൾ തന്നെ ഞാൻ ആശ്വസിച്ചു. അത്രയും ഭാരപ്പെട്ടാണ്, അത്രയും വേദനിച്ചിട്ടാണ് ധ്യാനത്തിന് ചെന്നത്.
അത് കഴിഞ്ഞ് ആദ്യത്തെ ടോക്കിൽ തന്നെ അവിടെ ഇരുന്ന് സ്തുതിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ടോക്കിൽ സാബു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമം ഉച്ചത്തിൽ വിളിക്കാം. അവിടെ ഇങ്ങനെയൊന്നല്ല വിളിച്ചിരുന്നത്, ഭയങ്കര ശക്തിയിൽ വിളിച്ചിരുന്നത്. അപ്പം അങ്ങനെ ശക്തിയിൽ വിളിക്കാൻ പറഞ്ഞ് വിളിച്ച് ഫസ്റ്റ് തന്നെ ഞാൻ ശരിക്കും കരഞ്ഞു. ഒന്നും സാധ്യതകളില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അത്രയും കരഞ്ഞ് ഈശോനെ വിളിച്ചു. ആ സമയത്ത് തന്നെ ഈശോ ശരിക്കും എൻ്റെ അടുത്ത് വന്ന് എന്തോ ഒരു കരണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെ എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചത്, ഞാൻ ഇത്ര വിചാരിച്ച ഈ ധ്യാന സ്ഥലത്ത് നിന്ന് ഇന്ന് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് ഈ ബാഗ് കൊണ്ടുപോകണം, ഞാനതങ്ങനെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ഈശോനെ വിളിച്ചത്. പക്ഷേ ഈശോ തന്നത് പൂർണ്ണമായ സൗഖ്യമായിരുന്നു, മുഴുവൻ സൗഖ്യവും. പിന്നെ എനിക്ക് ബാഗ് എടുക്കാനോ പിന്നെ എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ലായിരുന്നു. തണുത്ത വെള്ളത്തിൽ കുളിക്കാനോ പച്ചവെള്ളം കുടിക്കാനോ ഫാൻ്റെ കാറ്റ് കൊള്ളാനോ ഇതിനൊന്നിനും എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും അതോടുകൂടി ആദ്യത്തെ ഫസ്റ്റ് ടോക്കിൽ വെച്ച് തന്നെ എനിക്ക് ഒന്നിനും ഒരു തടസ്സമില്ലാണ്ട് ധ്യാനിക്കാനും പരിപൂർണ്ണ സൗഖ്യം എനിക്ക് യേശു തരികയും ചെയ്തു. സൗഖ്യം കിട്ടിയവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് സ്റ്റേജിൽ വന്ന് പറയാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ സൗഖ്യം കിട്ടിയവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ്, എന്ന് വെച്ചാൽ അത്രയും എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പോൾ എഴുന്നേറ്റ് നിന്നപ്പോൾ സിസ്റ്റേഴ്സ് എഴുന്നേറ്റ് നിന്നതിൽ ആരെങ്കിലും വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വേഗം ഇരുന്നു വരാൻ മടിയായിട്ട്. അപ്പം ബാക്കി നിന്ന സിസ്റ്റേഴ്സിനെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് ബ്രദർ പറഞ്ഞു ആ സിസ്റ്റർ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അങ്ങനെ സാബുബ്രദറിൻ്റെ അടുത്തേക്ക് അന്ന് സ്റ്റേജിൽ കയറി വന്നു. ബ്രദർ വീണ്ടും പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്ക് ഈ രോഗം ഒരിക്കലും ഉണ്ടായിട്ടില്ല. വാതരോഗം മാത്രമല്ല, അലർജി രോഗവും മറ്റെല്ലാ രോഗങ്ങളും അതുമൂലം അന്ന് എന്നിൽ നിന്നും ഈശോ എടുത്തു മാറ്റി. ദൈവത്തിന് ശ്വാസം മുട്ട് പിന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് ലങ്സിനെ ബാധിച്ചു എന്ന് പറഞ്ഞതിൻ്റെ വലിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ അതോടുകൂടി എല്ലാം മാറി. ആ രോഗം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. യേശു എന്നെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2011 എനിക്ക് ഈ അസുഖം തുടങ്ങിയത്. 2014 ബ്രദറിൻ്റെ ധ്യാനത്തിന് വന്നത്. അന്നാണ് സൗഖ്യം കിട്ടിയത്. 3 വർഷത്തോളം വേദന. സിസ്റ്റർ വന്ന് ധ്യാനം കൂടി സൗഖ്യം പ്രാപിച്ചിട്ട് ഇത് 8ാമത്തെ വർഷമാണ്. അത്ഭുതകരമായ സൗഖ്യമാണ് യേശു സിസ്റ്ററിന് നൽകിയത്. യേശുവിന് മഹത്വം. നല്ലൊരു കൈയടി യേശുവിന് കൊടുക്കാം. കരമൊന്ന് ഉയർത്തിയടിച്ച് യേശുവേ എന്ന് വിളിച്ചോ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.